നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ ആദ്യ ഇലക്ട്രിക് വാഹനം റൊമായി ചാമ്പിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. 4 വർഷവും 3 മാസവും മുമ്പ് 60,000 രൂപ കൊടുത്ത് വാങ്ങിയ വാഹനമായിരുന്നു ഇത്. അന്ന് ചാവക്കാട് റൊമായി ഷോറൂമിൽ നിന്ന് അവർ വീട്ടിലേക്ക് ഡെലിവറി ചെയ്ത വാഹനം ആയിരുന്നു. ഇതിൽ എനിക്ക് ആദ്യകാലങ്ങളിലും ഇപ്പോഴും അത്യാവശ്യ സന്ദർഭങ്ങളിൽ വെള്ളം, പാല് എന്നിവ സപ്ലൈ ചെയ്യാൻ എനിക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വാഹനമാണ്. ഇതിലെ ആദ്യകാലങ്ങളിൽ 60 കിലോമീറ്റർ റേഞ്ച് കിട്ടിയിരുന്നെങ്കിലും പിന്നീട് ഒരു 45-40 എന്ന രീതിയിലേക്ക് എത്തി. 2 വർഷത്തിന് ശേഷം ഇതിൻ്റെ ബാറ്ററി ഒരു വട്ടം ചേഞ്ച് ചെയ്തായിരുന്നു. 16,500 രൂപയാണ് എനിക്കതിന് കോസ്റ്റ് വന്നത്. ഫ്രണ്ട് ബാക്ക് ടയർ ഒരു വട്ടം മാറിയിട്ടുണ്ട്. എൻ്റെ കുട്ടികൾക്ക് വരെ ഗ്രൗണ്ടിലും ഒക്കെ ഓടിച്ച് കളിക്കാൻ പാകത്തിൽ സൂട്ടബിളാണ് ഈ വാഹനം. ലൈസൻസ്, ഹെൽമെറ്റൊന്നും ആവശ്യമില്ല. എന്നിരുന്നാലും ചെറിയ കുട്ടികളെ റോഡിലേക്ക് വിടുന്നത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ ഗ്രൗണ്ടിലൊക്കെ അവർക്ക് അത്യാവശ്യത്തിന് ഓടിക്കാൻ സൂട്ടബിളാണ്. പ്രായമായ ഉപ്പാക്കും അതുപോലെ ഒരു 12 വയസ്സിന് മുകളിലേക്കൊക്കെ ഉള്ള സ്റ്റുഡൻസിനൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ്. സെൻട്രൽ ലോക്ക് ഒക്കെ ഉള്ള ഒരു മോഡൽ തന്നെ എന്ന് വേണം പറയാം. കാരണം ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും കീയിൽ തന്നെ ഇതിന് ഫങ്ഷൻ ഉണ്ട്. ഈ വാഹനത്തിന് ഏകദേശം 1 മുതൽ 1.5 യൂണിറ്റ് കറണ്ടാണ് നമുക്ക് ചിലവ് വരുന്നത്. 2 ട്രേ നമുക്ക് ഫ്രണ്ടിൽ വെക്കാൻ കഴിയും. അതുപോലെ തന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വെക്കാൻ കഴിയുന്ന ഒരു ഡിക്കി സ്പേസ്. അതുപോലെ ഇതിൻ്റെ സീറ്റിന് ബാക്കിൽ ഒരു ചാരി ഉള്ളത് കൊണ്ട് എന്നെ സംബന്ധിച്ച് ഒരു വാട്ടർ ക്യാൻ അവിടെ 20 ലിറ്ററിൻ്റെ വെക്കാൻ സാധിക്കും. അത് എനിക്ക് ഉപകാരപ്രദമാണ്. അതുപോലെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വലിയ സാധനങ്ങൾ, ചാക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ ബാക്കിൽ അത് സൂട്ടായിട്ട് തന്നെ ഇരിക്കും, കെട്ടാതെ തന്നെ ഇരിക്കും. ഈ വീഡിയോയിൽ ബാക്കിൽ ഈ ക്യാൻ വെച്ചിട്ടുള്ളത് എവിടെയും കെട്ടിയിട്ടില്ല. ആ ചാരിയുടെ പിന്നിലാണ് അത് ഇരിക്കുന്നത്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ നമുക്ക് 60,000 രൂപ കൊടുത്ത് വാങ്ങിയ ഈ വാഹനം 32,000 കിലോമീറ്റർ ഞാൻ ഓടിച്ചു കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ ഏകദേശം പൈസ എനിക്ക് മുതലായി. അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാനുള്ളവർ എനിക്ക് കമൻറ്റ് ചെയ്യുക.